അച്ഛനും അമ്മയും എപ്പോഴാണ് വന്നത്? ഞങ്ങൾ വന്നിട്ട് കുറച്ച് സമയമായി. വെറുതെ വിശേഷം അന്വേഷിക്കാൻ ഇറങ്ങിയതല്ല, വിളിപ്പിച്ചതാണ് അല്ലേ? അതേടാ, വിളിപ്പിച്ചെങ്കിൽ എന്താ തെറ്റ്? നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ഇതൊക്കെ പറഞ്ഞു പെരുപ്പിക്കലാണ്, എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കരിവാരി തേക്കാൻ വേണ്ടി. അപ്പോ നിന്റെ മകൾക്ക് എന്താ? അവക്ക് കുഴപ്പമൊന്നുമില്ല, എന്തോ ഡിപ്രഷനാ. ആ ഡിപ്രഷന്റെ കോല എന്താന്ന് ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടു. ഒരു ഭ്രാന്തിയെ പോലെയാ യാമി മോൾ ഇപ്പൊ പെരുമാറുന്നേ. അങ്ങനെ വരുത്തി തീർക്കാനാണല്ലോ ഇപ്പൊ ചിലരുടെ ശ്രമം. അതല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകത്തില്ലല്ലോ. മൈഥിലി ചെയ്തതാണ് കുറ്റം അല്ലേ? അപ്പോ ആ കുഞ്ഞിനെ കുറിച്ച് നിനക്ക് വേദനയൊന്നുമില്ല? കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ വന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഞങ്ങൾ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറയുമ്പോ അച്ഛനെ ന്യായീകരിക്കാൻ വേണ്ടി ചാടി വീണിരുന്ന കുട്ടിയാ. ഇപ്പൊ അവളങ്ങനെ ചെയ്യോടാ? സാരംഗേ, യാമി മോളുടെ കാര്യം നിങ്ങൾ തമ്മിലുള്ള ഒരു നിസ്സാര തർക്കമായിട്ട് വിട്ടുകളയാൻ പറ്റില്ല. കാര്യം സീരിയസാ. കുട്ടി ഘോഷിച്ച് മോളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയതല്ലേ? എന്നിട്ട് ഡോക്ടറൊന്നും പറഞ്ഞില്ലേ? ഡോക്ടർ പറഞ്ഞത് നിന്റെ മോൾക്ക് എന്തോ മെന്റൽ ഷോക്ക് ഉണ്ടായിരുന്ന. അതിന്റെ കാരണക്കാരെന്തായാലും ഇവിടെ ഉള്ളവരല്ല. അപ്പൊ പിന്നെ നീ പറഞ്ഞല്ലേ പറ്റൂ. ലോകത്തൊരിടത്തും ഇല്ലാത്ത സംഭവ. മകനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ട് മരുമകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും. അത് ചിലർക്ക് അഹങ്കരിക്കാനുള്ള വകയാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ വിളിച്ചു വരുത്തി ആഘോഷിക്കാമല്ലോ. എന്താ ആഘോഷം സാരംഗ്? എനിക്ക് നിങ്ങളോട് ഇനി ചോദിക്കാൻ വാക്കുകളില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത മാർഗം നോക്കി അച്ഛനും അമ്മയും വിളിച്ചു. മോളുടെ കണ്ടീഷനെ കുറിച്ച് സാരംഗിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർ ഭാനുമതിയെ വിളിച്ചു നോക്ക്. സ്വയം വെള്ളപൂശാനുള്ള തന്റെ കഴിവ് എനിക്കറിയാവുന്നല്ലേ. പിന്നെ ഡോക്ടർ ഭാനുമതിയെ ഞാൻ വിളിച്ചിട്ട് എന്താ കാര്യം? ഡോക്ടർ ഭാനുമതി വിമൻസ് ക്ലബിലെ പ്രധാന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളല്ലേ. സ്വാഭാവികമായും ഇന്നത്തെ അന്ത്യചർച്ചയില് ചർച്ചാ വിഷയം ഞാനായിരിക്കും. ചർച്ച എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ചർച്ചയ്ക്കിടയിൽ നിങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാ. ആ പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കുടുംബകഥകൾ വിറ്റിട്ടൊന്നും വേണ്ട ഡോക്ടർ ഭാനുമതിക്ക് ജീവിക്കാൻ. മോളെ, നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. സാരംഗേ, എന്താ നിന്റെ ഉദ്ദേശം? യാമി മോളുടെ അവസ്ഥയാണ് പ്രശ്നമെങ്കിൽ ഏറ്റവും കൂടിയ സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിക്കാനും പഴയ നിലയിലാക്കാനും എനിക്ക് പറ്റും. അത് നിന്റെ പണത്തിന്റെ ഹുങ്ക്. അതിവിടെ ആരും ചോദിച്ചില്ല. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നീ ശബ്ദം ഉയർത്തണ്ട. ആ ശബ്ദത്തിനെ പേടിക്കുന്നവരാരും ഇപ്പൊ ഇവിടെ ഇല്ല. നിന്റെ കൂടെ എത്തി ഉണ്ടായിരുന്നല്ലോ, അവളെ ഫോണിൽ വിളിച്ചതാ. ഞാൻ സംസാരിക്കാം അവളോട്. പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? എന്റെ കുടുംബ വിഷയത്തിന്റെ പേരിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിലേ ഈ കുടുംബത്തിനകത്ത് കയറാൻ അവളെ അനുവദിച്ചത് എന്തിനാടാ? അവളുടെ കൂടെ മോളെ പറഞ്ഞേച്ച എന്തിനാടാ? മറുപടിയില്ലേ നിനക്ക്? യാമിമോളുടെ കണ്ടീഷൻ അവർക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതാ. തിരിച്ചു വരുന്നതിന് മുമ്പ് അവിടെ ഇരുന്നൊരു കഥ മെനഞ്ഞുണ്ടാക്കി. അമ്മ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് മകളുടെ മാനസിക നില തകർന്നു വന്ന്. അപ്പൊ പിന്നെ ഞാനാണല്ലോ കുറ്റക്കാരി. പക്ഷേ അത് അവളുടെ മുമ്പിൽ വില പോയില്ല. കൺമുന്നിൽ ചെന്നപ്പോ അവള് രണ്ടിനെ ആട്ടിയിറക്കി. അച്ഛനെ ആട്ടി അകറ്റി അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നല്ലേ? അപ്പൊ പിന്നെ ഉത്തരവാദിത്തങ്ങളിൽ ഞാനങ്ങ് ഒഴിഞ്ഞേക്കാം. നാണം ഉണ്ടോടാ നിനക്ക്? സ്വന്തം മകളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ട് ഇങ്ങനൊരു വാചകം പറയുന്ന ഒരേ ഒരു തന്ത നീ ആയിരിക്കും. എനിക്ക് തിരക്കുണ്ട്, തിരിച്ചു പോണം. ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ട് പോയാ മതി. എനിക്കിനി ഒന്നും പറയാനില്ലാന്ന് ഞാൻ പറഞ്ഞു. കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്ന നല്ലത്. അച്ഛനായാലും അമ്മയായാലും മറ്റാരായാലും. അച്ഛനും അമ്മയും പോവാൻ നോക്കിക്കോ. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ല. എന്ത് ധിക്കാരം ഇത്? ഇവൻ എന്താ പറ്റിയേ? ചുറ്റുമുള്ളവര് തിരിച്ചറിയണ്ടായോ? ജയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അമ്മ. തോൽക്കുന്നത് ആരായാലും കുഴപ്പമില്ല, ഭാര്യയോ മോളോ ആരായാലും. മായാമഹേശ്വരി അല്ലേ? അതെ,
ഞാൻ സാരംഗിന്റെ അച്ഛൻ ജഗന്നാഥൻ. ആ ഓ അങ്കിൾ എന്താ ഇവിടെ? തന്നെ കാണാൻ തന്നെ. ഇവിടെ കാണാന്ന് വിളിച്ചു പറഞ്ഞത് അനാമികയാ. അതെനിക്ക് വേണ്ടിയാ. താൻ നേരിട്ട് വിളിച്ചാ വരില്ലാന്ന് തോന്നുന്നു. ഓ, കുടുംബത്തിനെ കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചും സാരംഗ് എന്നോട് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി നല്ല നിലയിലാ. എന്ന് പറഞ്ഞാൽ അല്പം അന്തസ്സുള്ള നിലയില്. ഈ കൂടിക്കാഴ്ചക്ക് അന്തസ്സിന്റെ പകിട്ട് വേണ്ട. എന്താ ഉദ്ദേശം? എന്നോട് എന്താ സംസാരിക്കാനുള്ളത്? ഞാനും സാരംഗും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ ഇറ്റ്സ് പ്യൂർലി ബിസിനസ് റിലേഷൻ. ഞാൻ സാരംഗിന്റെ പാർട്ട്ണറാണ്. കൊള്ളാം. ഞാൻ ചോദിക്കുമെന്ന് കരുതി ഒരു ചോദ്യം മനസ്സിൽ പ്ലാൻ ചെയ്യുക, അതിനുള്ള ഉത്തരം പറയുക. നന്നായി. ബിസിനസ്സുകാരുടെ ടാലന്റ് നിസ്സാരമല്ലല്ലോ. പക്ഷേ എനിക്കത് പ്രശ്നമല്ല. സാരംഗിന് നീ ആരാണെന്ന് ചോദിക്കാൻ എനിക്ക് ആഗ്രഹമേ ഇല്ല. പിന്നെ യാമി, എന്റെ പേരക്കുട്ടി. അവളിപ്പോ നിൽക്കുന്നത് ഭ്രാന്തിന്റെ വക്കില. ഡോക്ടറെ കണ്ടു. മെന്റൽ ഷോക്കിന്റെ കാരണം എന്താന്ന് ഡോക്ടർ ചോദിച്ചു. കുഞ്ഞ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. സാരംഗിനോട് ചോദിച്ചപ്പോ അവനും വേറെ എന്തൊക്കെയോ പറഞ്ഞു. അതിന് ഞാൻ എന്തു വേണം? എന്റെ കൂടെ യാമിമോൾ ഒരു ട്രിപ്പ് പോന്നു. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അവൾ ആ ട്രിപ്പ് എൻജോയ് ചെയ്യുകയായിരുന്നു. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് മൈഥിലിയുടെ വിളി വരുന്നുവെന്ന് സാരംഗ് അവളോട് പറഞ്ഞു. അപ്പം മുതല് യാമി വറീഡായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾ തിരിച്ചു പോരാൻ തീരുമാനിച്ചത്. പിന്നെ വീട്ടിൽ വന്നിട്ട് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങള് മായാമഹേശ്വരി എഴുതി തയ്യാറാക്കിയതാണോ? എങ്കിൽ നന്നായിട്ടുണ്ട്. അത് ഈ പ്രശ്നത്തിന് പരിഹാരമല്ല. എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് നീ പറഞ്ഞേ പറ്റൂ. മിസ്റ്റർ ജഗന്നാഥൻ, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? മായാമഹേശ്വരിയെ കുറിച്ച് ശരിക്കറിയോ നിങ്ങൾക്ക്? അറിയില്ല. പണ്ടും ശീലം അങ്ങനെയാ. വൃത്തികെട്ട കഥകള് ഞാൻ വായിക്കാറില്ല. നിങ്ങളുടെ മകൻ, നിങ്ങളുടെ പേരക്കുട്ടി, അത് നിങ്ങളുടെ പ്രശ്നം. ഈ വിഷയത്തിൽ എന്നെ ടോർച്ചർ ചെയ്യാമെന്ന് കരുതണ്ട. യാമി എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ നമുക്ക് സംസാരിക്കാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നിന്നെ സാരംഗിന്റെ രീതികളെ കുറിച്ച് താൻ പറഞ്ഞു. എന്റെ രീതി ഞാൻ പറഞ്ഞു തരാതെ നിവൃത്തിയില്ലല്ലോ. എന്റെ മകന്റെ കുടുംബത്തിന് വേണ്ടി എന്തും ഞാൻ ചെയ്യും. മായാമഹേശ്വരിയുടെ പവറോ പിൻബലമോ എനിക്ക് പ്രശ്നമാവില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നെന്ന് വെച്ചാൽ ചെയ്യണം മിസ്റ്റർ. മറ്റൊരാളെ കൊണ്ട് വിളിപ്പിച്ചു വരുത്തി ഈ പെരുവഴിയിൽ നിന്നുള്ള ഭീഷണിയുണ്ടല്ലോ, അതിനി വേണ്ട. അഥവാ ഇനി അങ്ങനെ വിളിച്ചാ ഞാൻ വിടുന്നത് മറ്റാരെയെങ്കിലും ആയിരിക്കും. അവര് മേൽവിലാസം പോലും നോക്കില്ല എന്നെ പോലെ. ഞാനിപ്പോ തിരിച്ചു പോകുന്നത് മായാമഹേശ്വരിയുടെ ദയവാണോ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മനുഷ്യത്വം എന്ന് പറയുന്നത് നിനക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല. നിന്റെ വലയിൽ എന്റെ മകനകപ്പെട്ടു. സ്വന്തം കുടുംബം ഇല്ലാതാക്കാൻ അവനോട് പറയാൻ നിനക്ക് പറ്റുമായിരിക്കും. പക്ഷേ കാത്തുരക്ഷിക്കാൻ ഞങ്ങൾ കുറച്ചുപേര് ഇവിടെയുണ്ട്. പറയേണ്ടവരുടെ മുന്നിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഓട്ടെ. അനാമിക നിങ്ങളുടെ പൂർവ്വ കാമുകിയായിരിക്കാം. അവൾക്കിപ്പോ സാരംഗിന്റെ മനസ്സിൽ എത്ര സ്ഥാനമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അവളെടുക്കുന്ന ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് അപകടമാണ്. സാരംഗിന്റെ അച്ഛന്റെ മുന്നിലേക്ക് ഞാൻ എത്തിയത് അനാമിക എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടാ. അവിടെ ചെല്ലുമ്പോ അവളില്ല. പകരം മിസ്റ്റർ ജഗന്നാഥൻ, സാരംഗിന്റെ അച്ഛൻ. അച്ഛനെ ഒട്ടും മോശമാക്കിയില്ല, ഭീഷണിക്ക് പുറകിലുമല്ല. സാരംഗിന്റെ അച്ഛൻ എന്ന സ്ഥാനം എന്റെ മനസ്സിലില്ലായിരുന്നെങ്കിൽ ഇന്ന് അവിടെ വെച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ നാണക്കേട് അനുഭവിച്ചേനെ. ഐ എം സോറി മായ. അച്ഛൻ തന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ഛൻ എന്നെ കണ്ടത് ഒരു സെന്റിമെന്റ്സിന്റെ പേരിൽ നമുക്ക് കൂട്ടാം. ചില കാരണവന്മാരുണ്ടല്ലോ, കുടുംബത്തിന് വേണ്ടി ചാകാൻ നടക്കും. മോന്റെ കുടുംബത്തിന് വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുക്കും. പേരക്കുട്ടികള് പ്രാണനാണെന്ന് പറയും. ജഗന്നാഥൻ ആ ഒരു ടൈപ്പാണെന്ന് ഞാൻ വേണമെങ്കിൽ കരുതിക്കൊള്ളാം. പക്ഷേ ഈ അനാമിക, അവളെ ഞാൻ വെറുതെ വിടില്ല. അനാമികയോട് ഞാൻ സംസാരിക്കാം. എന്തിന്? അവളോടൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ അങ്ങോട്ട് പോവുക എന്ന് വെച്ചാ അതിൽ പരം ഒരു നാണക്കേടുണ്ടോ? കനത്തിലൊരു ഡോസ് കൊടുത്താ മതി. ഇറങ്ങി തിരിച്ചതിന്റെ ബുദ്ധിമുട്ട് അവൾക്ക് മനസ്സിലാവും. വേണ്ട മായ,
അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയുള്ളൂ. അനാമികയ്ക്ക് വേണ്ടി മൈഥിലി ഫൈറ്റിനിറങ്ങും. പിന്നെയും സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയല്ലേ? ഈ സ്ത്രീകളുടെ മനസ്സിനെ കുറിച്ച് സാരംഗ് പഠിച്ചു വെച്ചിരിക്കുന്നതില് ചില അബദ്ധങ്ങളുണ്ട്. സാരംഗ് ഇപ്പൊ കൺമുന്നിൽ കാണുന്നത് താൻ ഒരിക്കൽ പ്രണയിച്ചിരുന്ന അനാമിക തന്റെ കുടുംബത്തിന് വേണ്ടി പാടുപെടുന്നു, ഒരു ഈഗോയും ഇല്ലാതെ, അതും മൈഥിലിയുടെ കൂടെ നിന്ന്. പക്ഷേ അതിനകത്തേക്കൊന്ന് ഇറങ്ങി ചിന്തിച്ച സത്യത്തിൽ ഇതൊക്കെ അനാമിക ആഗ്രഹിക്കുന്നതായിരിക്കില്ലേ? അവളിരിക്കേണ്ട പൊസിഷനിലിരുന്ന് മൈഥിലി സങ്കടത്തിൽ നിന്ന് സങ്കടത്തിലേക്ക് പോകണമെന്ന് അനാമിക ചിന്തിക്കില്ലേ? അവളെ ചതിച്ച താൻ സ്വസ്ഥതയില്ലായ്മയിൽ കിടന്ന് പാടുപെടണമെന്ന് അവൾ ആഗ്രഹിക്കില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാ പെണ്ണാണെങ്കി അവൾ ആഗ്രഹിക്കും. ഈ വിട്ടുവീഴ്ചയും വിട്ടുകൊടുക്കലും ഒക്കെ ആൾക്കാരുടെ മുമ്പിൽ പറയാനുള്ള വലിയൊരു വാചകം മാത്രമാണ്. മനസ്സുകൊണ്ടത് ചെയ്യില്ല. ഒരു കാര്യം ഓർത്തോ സാരംഗ്, സാരംഗിന്റെ തലയിലും നിങ്ങളുടെ കുടുംബത്തിന്റെ മുകളിലും അനാമിക എന്ന പെണ്ണ് കളിക്കുന്ന ഡബിൾ പ്ലേ ഉണ്ട്. സ്വന്തം ജീവിതത്തിൽ ഒട്ടും സംതൃപ്തിയില്ലാത്ത, സ്വർണസിംഹാസനം നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ പക. അവസരം എവിടെ കിട്ടുന്നോ അവള് കൃത്യമായത് ഉപയോഗിക്കും. അങ്ങനെ നോക്കിയാൽ സാരംഗിനേക്കാൾ, എന്നേക്കാൾ, കുട്ടിച്ചനേക്കാൾ ബുദ്ധിമതിയാണ് അനാമിക. താൻ എന്നെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ട. അനാമികയെ ഞാൻ ഇപ്പൊ തന്നെ കാണുന്നുണ്ട്. അവളിനി ഒന്നിൽ ഇടപെടാത്ത രീതിയിൽ ഞാൻ അവസാനിപ്പിച്ചോളാം. സാരംഗിനത് സാധിക്കുമെങ്കിൽ ചെയ്യ്. പിന്നെ സാരംഗ്, അച്ഛന്റെ ഊഴം കഴിഞ്ഞു. ഇനി ചിലപ്പോ അമ്മയ്ക്കെന്നെ വന്ന് കാണണമെന്ന് തോന്നും, അല്ലെങ്കിൽ അവരെ ഒന്നിച്ചു വരും. ഐ എം റിയലി സോറി സാരംഗ്. ഇനി ഒരു വരവുണ്ടായാൽ എനിക്കവരോട് മര്യാദയോടെ പെരുമാറാൻ പറ്റില്ല. അത് പറഞ്ഞേക്കണം രണ്ടുപേരോടും. മായാമഹേശ്വരി ആകാശത്താണ് പറക്കുന്നതെന്നും തോട്ടി വെച്ച് പിടിക്കാൻ ശ്രമിക്കരുതെന്നും. ഓക്കേ? അനാമികേ, അനാമികേ, അനാമികേ. എന്താ സാരംഗ്, എന്താ ഇത്ര ബഹളം? നിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താ? മൈഥിലിയെ സഹായിക്കലാണോ അതോ എന്നെ തകർക്കലാണോ? ചോദിക്കാനുള്ള കാരണം എന്താ? നിനക്ക് എന്നോട് പകയുണ്ട്, തീർത്താ തീരാത്ത പക. മൈഥിലിയും ഞാനും തമ്മിൽ അകന്നപ്പോ അതിനുള്ള മാർഗം നീ കണ്ടുപിടിച്ചു, മൈഥിലിയെ കൂട്ടുപിടിച്ചു. ഇത്തരം ഭ്രാന്തൻ സംശയങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ എന്താണ് ഈ കലത്തുള്ളി കൊണ്ട് വന്നേ? നിനക്ക് ചാരപ്പണിയുണ്ടോ? അതിന് കൂലിയുണ്ടോ? മനസ്സിലായില്ല. എന്റെ അച്ഛന് മായാമഹേശ്വരിയോട് സംസാരിക്കാൻ വേണ്ടി നീയായിരുന്നു മായയെ വിളിച്ചു വരുത്തിയത് അല്ലേ? ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം നിന്റെ പകയ്ക്ക്? സാരംഗിന്റെ അച്ഛൻ മായാമഹേശ്വരിയെ വിളിച്ചാ അവൾ വരുമായിരുന്നോ? ഇല്ല. അതറിയാവുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു. സാരംഗി പറഞ്ഞ പകയില്ലേ, ആ പക എന്നോടുള്ളത് കൊണ്ട് മായാമഹേശ്വരി പറന്നു വന്നു. അതല്ലേ സംഭവിച്ചത്? നീ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുക. അച്ഛനമ്മമാർ വന്നുകൊണ്ട് വിശേഷിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. നിന്നോടും മൈത്രിയോടും ഞാൻ കാര്യമായിട്ട് പറയാ, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ. യാമി മോളുടെ മാനസികാവസ്ഥയില് നിങ്ങൾ പരിതപിക്കേണ്ട കാര്യമില്ല. എന്റെ മോളെ എത്ര ദൂരെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള ശേഷിയും എനിക്കുണ്ട്. ഞാനത് ചെയ്തോളാം. അവള് വരൂ. ഒരു യാത്രയുടെ ക്ഷീണം കുഞ്ഞു മറന്നിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാ? ആരോടാണ് പൊട്ടിത്തെറിക്കേണ്ടെന്ന് അറിയാതിരിക്കുകയാണ് ഞാൻ. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. ദേ ഇങ്ങോട്ട് നോക്ക്. ഈ ബിസിനസ്സുകാരന്റെ കുപ്പായും സ്റ്റാറ്റസും ഒക്കെ ഒറ്റയടിക്ക് വേണ്ടി വന്നാൽ വലിച്ചെറിഞ്ഞ് കളയും ഞാൻ. പിന്നെ തീർക്കണമെന്ന് വിചാരിച്ചിറങ്ങിയാലേ ഞാൻ പണ്ട് നിനക്ക് പരിചയമുള്ള ആ കോളേജ് സ്റ്റുഡന്റ് ആവും. മൈഥിലി, അച്ഛന് സംസാരിക്കാൻ വേണ്ടി
മായാമഹേശ്വരിയെ വിളിച്ചതിന് എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നത്. ഇപ്പോ ഇവിടെയാണ് ക്യാമ്പ് ഓഫീസ്. ഇവിടെ നിന്നാണ് സകല ഗൂഢാലോചനകളും ആരംഭിക്കുന്നത്. കൊള്ളാം. ആ, കൂടെ നിൽക്കുന്നവരെ സംരക്ഷിച്ചോളണം. സാരംഗ് നിക്ക്. ഭീഷണിപ്പെടുത്തിയത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അനാമികയെ ഞാൻ സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് സ്വയം നിലനിൽക്കാൻ അറിയാം. പിന്നെ ഗൂഢാലോചന, ആ വാക്കിന്റെ അർത്ഥം കൃത്യമായിട്ട് അറിയാവുന്നത് സാരംഗിനാ. കാരണം നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. ബിസിനസ്സിലായാലും കുടുംബജീവിതത്തിലായാലും അത് പ്രയോഗിക്കാനും നിങ്ങൾക്കറിയാം. അനാമിക എൻ്റെ കൂട്ടുകാരിയാ. ഞാനിവിടെ വരുന്നതിൻ്റെ പേരിൽ അവളെ കുറ്റം പറയണ്ട. നടക്കട്ടെ, തെളിവെടുപ്പും വിചാരണയും ഒക്കെ നടക്കട്ടെ. പക്ഷേ രണ്ടുപേരും നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് സാരംഗിനെ തളയ്ക്കാൻ. വലിയ കുഴപ്പമായിരുന്നോ? ഇല്ലടോ, ദേഷ്യം വരുമ്പോ റിലാക്സ് വേണ്ടേ? അതിലും നല്ലത് പരിചയക്കാരാ അങ്ങനെ ഓടി വരുന്നത്. അല്ല മൈഥിലി, ഇവിടെ വെച്ച് കണ്ടിട്ട് പോലും നിങ്ങൾ തമ്മിൽ ഭീഷണി മാത്രമേ ഉള്ളൂല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടും കേട്ടും ജീവിതം ഇനിയും മുന്നോട്ട് പോകാനുള്ളതല്ലേ. ഒഴുക്കിൽപ്പെട്ടൊരു ഇല പോലെ ഒഴുകി ഒഴുകി അങ്ങനെ പോകുന്നു, അത്ര തന്നെ. എന്നാലും എത്ര നാളിങ്ങനെ? ഇതിനൊരു അവസാനമില്ലേ? പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക്. ആദ്യമൊക്കെ ഒരു പൊള്ളലുണ്ടായിരുന്നു, ഇപ്പൊ ശീലായി. ഇതെങ്ങനെയുണ്ട് നോക്കിയേ. അയ്യേ, ഇതൊരുമാതിരി കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെ ഉണ്ട്. എന്നാ വിട്, നമുക്കേ വേറെ നോക്കാം. അതെ, എൻ്റെ മുടിക്ക് അധികം സ്റ്റൈലൊന്നും പറ്റില്ല. അത് ഞാൻ സാധാരണ ചീവി വയ്ക്കുന്ന പോലെയാ അതിൻ്റെ ഒരു രസം. ആര് പറഞ്ഞു? കൊള്ളാവുന്നൊരു സ്റ്റൈലിസ്റ്റിന്റെ അടുത്ത് പോയാല് എന്തൊരു ചേഞ്ച് വരുന്നറിയോ? പിന്നെ ചേഞ്ച് അത് പോയി നോക്കാത്തോണ്ടാ. സാധാരണ എവിടെയാ മുടി വെട്ടാൻ പോകുന്നത്? അത് നമ്മുടെ പള്ളിയുടെ അടുത്തൊരു കുമാരേട്ടനുണ്ട്. കുഞ്ഞുനാൾ മുതൽ ഞാൻ അവിടെ വെട്ടി തുടങ്ങിയതാ. ഇപ്പോഴും ഞാൻ അവിടെയാ പോവാ. അതാ കുഴപ്പം. ലോകത്ത് പല മാറ്റങ്ങളും നടന്നാലും ഫാദറും മോനും അതൊന്നും അറിയില്ല. എന്തായാലും അടുത്ത തവണ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോവാം. ഇപ്പോ ഈ കമ്പൈൻഡ് ബ്യൂട്ടി പാർലർ ഇഷ്ടം പോലെ ഉള്ളതാ. എനിക്ക് ആവശ്യമുള്ള കാര്യം ചെയ്യാം. അരുണിനെ ഒന്ന് കുട്ടപ്പനാക്കി തരാനും പറയാം. താൻ എന്നെ കൂടെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുവാണോ? ഏയ്, ചുമ്മാ ചെറിയ ചെറിയ ടച്ച്. അല്ലെങ്കിലും ഡോക്ടർ അരുൺ സുന്ദരനല്ലേ? ആണോ? മൈഥിലി മാമ, ഇത് സംസാരിക്കേ. പിന്നെ വിളിക്കാടോ. അത് പറ്റില്ല. ചുമ്മാ അവോയ്ഡ് ചെയ്താല് മാമിന് ദേഷ്യം വരും. സംസാരിക്കേ. ഹലോ അരുൺ, നീ എവിടെയാ? ഞാൻ വീട്ടിലാ മാഡം. ഓ, നീ ഇന്ന് ലീവ് പറഞ്ഞിരുന്നു അല്ലേ? എന്താ മാം? കുറച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. ഡോക്ടർ ദിനകരന് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. ചെല്ലാൻ പറ്റില്ലേ? ഞാൻ ദിനകരനെ വിളിച്ച് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ മാഡം. എന്താ? ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ലാൻ. ഇന്ന് ഫുൾ ഡേ ലീവാന്ന് പറഞ്ഞിട്ട്? ആണ്. ഡോക്ടർ ദിനകരന്റെ ജൂനിയറാ. അദ്ദേഹത്തിന് എന്റെ എന്തൊരു ഹെൽപ്പ് വേണമെന്ന്. പോവാതെ പറ്റില്ല. ഇപ്പൊ പോണോ? എന്നാ റെഡി ആയിക്കോ. ഹേയ്, ഇപ്പൊ പോകണ്ട, കുറച്ച് കഴിയട്ടെ. ഡോക്ടർ അരുണിന്റെ ഡ്യൂട്ടിയിൽ ഉഴപ്പ് തുടങ്ങിയോ? ഇങ്ങനെ കൃത്യമായി സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിലേ ഏതൊരു ഡോക്ടർ ഉഴപ്പനായി പോവും. അതോ എന്റെ തലയിലേക്കാ? ഇനി തന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല. പണ്ട് പോകാൻ പകലും പിടിച്ചിരുന്നതും ഇപ്പൊ പോകില്ല എന്ന് തീരുമാനിച്ചിരുന്നതും എന്റെ മനസ്സല്ലേ? അതിന്റെ അർത്ഥം എന്നെ വല്ലാണ്ടങ്ങ് സ്നേഹിച്ചു തുടങ്ങിയെന്നാണോ? എന്താ സംശയം? സ്നേഹത്തിന് ഒരു കുറവുമില്ല. സന്തോഷം. ഞാൻ പറയാതെ എന്റെ അടുത്തിരിക്കുമ്പോ, ഞാൻ നിർബന്ധിച്ചിട്ടല്ലാതെ എന്റെ അടുത്ത് സമയം ചെലവഴിക്കുമ്പോ, ഞാൻ വഴക്കടിക്കാതെ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോ, ഹാപ്പി ആവാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ പോയാലേ ഞാനൊരു ലോങ് ലീവിന് അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അതെന്തിനാ? തന്നെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പറന്നളയാൻ. എന്തായാലും ഒരു കാര്യം സത്യം, എന്റെ ചെറുക്കൻ പ്രേമിക്കാൻ പഠിച്ചു. പഠിപ്പിച്ചതല്ലേ? അതെ, പഠിപ്പിച്ചതാ.
പക്ഷെ കുട്ടി ടീച്ചറെ അമ്പരിപ്പിച്ച് ഫുൾ മാർക്കും വാങ്ങിയിരിക്കുന്നു.